ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുന്നു. പുരോഹിതനും ലേവ്യനും വഴിയരികിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാത്തവരെ പോയി. എന്നാൽ നല്ല ശമരിയക്കാരൻ മുറിവ് വെച്ച് കിട്ടുകയും അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്താണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്? മുറിവേറ്റവനെ ദൈവമുഖം ദർശിക്കുക എന്നുള്ളതാണ്. മുറിവേറ്റവനിൽ ദൈവമുഖം ദർശിക്കുക എന്നുള്ളതാണ്. മുറിവേറ്റവന് വേണ്ടി നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. വേദനിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ആർദ്രതയും മനസ്സലിവുമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മാറിപ്പോകുന്നതല്ല ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക, അതാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ നിയോഗവും നമ്മുടെ ദൗത്യവും അതാകുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.